ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ യമുനയെ രക്ഷപ്പെടുത്തുകയാണ് നിവിനും അതുപോലെ ഗംഗയും കാവേരിയും വിനീതുമൊക്കെ. വിനീതും ഇവനും കൂടിയിട്ട് വിശാലിനെ നല്ല രീതിയിൽ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിശാലിനെയും കൊണ്ട് തന്നെയാണ് അവർ വീട്ടിലോട്ട് പുറപ്പെടുന്നത്. അവനെ തല്ലിച്ചതച്ചതിന് ശേഷമാണ് കൊണ്ടുവരുന്നത്. അതേ സമയത്താണെങ്കിൽ ശാരദയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ജയപാലനും ജയപാലിന്റെ ഭാര്യ പ്രവീണയും. അങ്ങനെ രാധമ്മ എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹം നടിച്ചാണ് എത്തുന്നത്. ഇവരുടെ മനസ്സിൽ എന്താണ്, തന്റെ മകൻ ചെയ്ത തെറ്റെന്താണ് എന്നറിയാനുള്ള ഒരു ഇവരുടെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ തന്നെയാണ് അയാൾ എത്തിയിട്ടുള്ളത്, കുറുക്കന്റെ ബുദ്ധിയുമായിട്ട്. പക്ഷേ ശാരദയാണെങ്കിൽ ചൂലെടുത്ത് പുറകിൽ ഒളിപ്പിക്കുകയും ചൂല് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് തല കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ജയപാലനും ഭാര്യയും ഇരിക്കാൻ വേണ്ടി പോകുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ശാരദ, ഞങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്, യമുനയെ കാണുന്നില്ല എന്ന് പിള്ളേര് വന്ന് പറഞ്ഞത് കൊണ്ട് വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളോട് ഇറങ്ങി പോവാൻ പറഞ്ഞത്, എന്നെ കൊണ്ട് ചൂലെടുപ്പിക്കുക മാത്രമല്ല എന്നെക്കൊണ്ട് അടി വേടിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഈ ചൂല് കൊണ്ട് അടിക്കാനും അറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം തന്നെയാണ് ഈ വിശാലിനെയും കൊണ്ട് അവരെല്ലാവരും വരുന്നത്, യമുനയൊക്കെ കൊണ്ട് വരുന്നത്. അപ്പോൾ ജയപാലൻ മോൻ എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ തൊട്ടുപോകരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ മകൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശാരദയും അമ്മ ഒക്കെ കൂടിയിട്ട് രാധമ്മയൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഓടിച്ചെന്ന് യമുനയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. യമുനയുടെ എവിടെയായിരുന്നു മോളെ എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെടുകയാണ് ശാരദ. അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയുടെ ഫോൺ വരെയും പിടിച്ചു വെച്ചിട്ട് ഇവൻ എൻ്റെ അനിയത്തിയെ ഈ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു എന്നിങ്ങനെ കാവേരി പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന ഇവന് ഭയങ്കര നാണക്കേടാവാണ് ജയപാലന്. അപ്പൊ തന്നെയല്ല, ചുറ്റിലും ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പൊ ജയപാലൻ ആകെ നാണക്കേടാവുന്നുണ്ട്. അതേ സമയത്ത് അവനെ തല്ലിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. അപ്പോൾ അകത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന വിശാല് പറയുകയാണ്, എന്ത് എന്നെ തന്നെ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുന്നത്? ഞാൻ യമുനയെ ഒരിക്കലും നിർബന്ധിച്ചിട്ടല്ല കൊണ്ടുപോയിട്ടുള്ളത്, അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എൻ്റെ കൂടെ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും തല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അവളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലടാ. അപ്പോൾ ശാരദയോട് പറയുന്നുണ്ട്, അതെ ശാരദയാണെങ്കിൽ യമുനയെ തല്ലുകയാണ്, വീണ്ടും വീണ്ടും തല്ലുന്നുണ്ട് അവന്റെ ആ വർത്താനം സംസാരം കേട്ടിട്ട്. അപ്പോൾ അമ്മയെ നിർത്ത്, അവളെ തല്ലല്ലേ, അവളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മുടെ ആ തോട്ടം അവൻ തിരിച്ചു കൊടുക്കാമെന്നും അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാമെന്നും അവൻ ആ പരിചയമുള്ള ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അവളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതാണ് അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശാരദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനെ അതിനുശേഷം ജയപാലനോട് പറയുന്നത്, നിങ്ങളെ ഇത്രയും കൊള്ളരുതാത്ത ഒരു മകനെ നിങ്ങൾക്ക് അഭിമാനിക്കാം, എന്തായാലും അച്ഛനേക്കാളും സൂപ്പറാണ് മകന് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവനെ തല താഴ്ത്തുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക സംസാരങ്ങളും. അതുപോലെ തന്നെ വിശാലും പറയുന്നുണ്ട്, എൻ്റെ അമ്മാവന്റെ മകനുമാണ് നിങ്ങളെന്ന് പറയാൻ എനിക്ക് തന്നെ ഇപ്പോൾ നാണക്കേടാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് വേഗം അവർ പോവുകയാണ്. എന്നിട്ട് പോകുന്നത് വേറെ എവിടേക്കല്ല, ഈ പറയുന്ന നിവിൻ്റെ അമ്മയുടെ അരികിലേക്കാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ പറയുന്നുണ്ട്, അവരോടും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജയപാലൻ അവിടെയായിട്ട് തല്ലുകയാണ് വിശാലിനെ. അപ്പോൾ പെങ്ങൾ മാറ്റി പിടിക്കുന്നുണ്ട്, വേണ്ട തല്ലണ്ടാവനെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിശാൽ പറയുന്നുണ്ട്, അതെ എനിക്ക് അവളെ ഇഷ്ടമായിട്ടൊന്നും ഞാൻ പ്രേമിക്കാൻ വേണ്ടി കൊണ്ടുപോയതൊന്നുമല്ല, അവളോടുള്ള ഇഷ്ടം മൂത്ത് കൊണ്ടുപോയതൊന്നുമല്ല, എല്ലാം ചെയ്തത് ഈ അച്ഛന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് നിവിനേട്ടനാണ് എന്ന് പറയുന്നുണ്ട്. നിവിനേട്ടൻ ആ കാവേരിയോട് ഉറക്കെ വിളിച്ച് റോഡിൽ നിന്ന് പറയുന്നുണ്ട്, ഐ ലവ് യു കാവേരി എന്നിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, എനിക്കത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിശാല്. അപ്പൊ അത് കേൾക്കുന്ന ജയപാലനൊക്കെ ഒന്ന് അടങ്ങുന്നുണ്ട്. എന്തായാലും നിവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല കാവേരിയോട് പല പ്രാവശ്യം തന്റെ ഇഷ്ടങ്ങൾ തുറന്ന് പറയുന്നെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനെ പലപ്പോഴും എന്തൊരു കാര്യത്തിനും സഹായിയായിട്ട് ഉപകാരിയായി നിൽക്കുന്നുണ്ടെങ്കിലും കാവേരി അവന്റെ ആ ഇഷ്ടം കാണുക പോലും ചെയ്യാതെ തട്ടിക്കളയുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന യമുനയ്ക്ക് നിവിനോട് പ്രണയം തോന്നുകയാണ്. അങ്ങനെ നിവിനെ അവിടെ
അവൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരു പെണ്ണെന്ന് പറയുന്നത് ഒരു ദേവിയെ പോലെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ അവൾക്ക് വെള്ളം കൊടുക്കുന്ന സമയത്തും അങ്ങനെ അവൾ ആ സമയത്ത് കെയർ ചെയ്തല്ലോ. അപ്പൊ അതിന് ആ സമയത്ത് യമുനയ്ക്ക് നിവിനോട് ചെറിയൊരു പ്രണയം തോന്നുകയാണ്. എന്തായാലും കാവേരി പ്രണയം തട്ടിക്കളയുമ്പോൾ ആ പ്രണയം നേടിയെടുക്കുകയാണ്, ഈ പറയുന്ന നിവിന്റെ സ്നേഹം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് യമുന. പക്ഷേ യമുനയല്ല ഒരിക്കലും നമ്മുടെ നിവിൻ പ്രണയിക്കുന്നത് കാവേരിയെ തന്നെയാണ്. അതേ സമയത്ത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.